ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണീയം ദശകം 1 ശ്ലോകം 9. 9ാമത്തെ ശ്ലോകത്തിലത്തെ ആദ്യം സാരം പറയാം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു മറ്റ് ദേവന്മാരെയൊക്കെ ആശ്രയിക്കാതെ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈ ശ്ലോകത്തിലും പറയുകയാണ്. മറ്റ് ദേവന്മാരുടെ കാരുണ്യം കൊണ്ട് പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഗുരുവായൂരപ്പ അങ്ങേ ആവട്ടെ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നു എന്ന് പറയണത്. അതായത് ഗുരുവായൂരപ്പൻ നമുക്ക് ഗുരുവായൂരപ്പൻ എന്നെ തരുന്നു എന്നുള്ളത്. ഭഗവാനെ തന്നെ ദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മറ്റുള്ള ദേവന്മാർ ഐശ്വര്യസിദ്ധി കൊണ്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഐശ്വര്യമുള്ളവരായിരിക്കുന്നു. എന്നാൽ അവിടുന്ന് തന്നെയാണ് ഭഗവാൻ. ഈശ്വരൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് പറയണത്. കൂടുതൽ ഭാഗ്യമുള്ളവർ അങ്ങയിൽ തന്നെ ആസ്വാദ്യനായി തീർന്ന് ഇരിക്കുന്നു. ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാനിൽ ലയിച്ച് ഇരിക്കുന്നു കൂടുതൽ ഭാഗ്യമുള്ളവർ. അങ്ങനെ എന്തെന്നില്ലാത്തൊരാഹ്ലാദം കൈക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഇപ്രകാരം അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗര്യേ അങ്ങയ്ക്കു നമസ്കാരം. ധ്യാനമൊക്കെ ചെയ്യുന്നവരെ കണ്ടാൽ നമുക്കറിയാം, അവർ ഭഗവാനിൽ ലയിച്ച് എത്ര മണിക്കൂറോളം വേണമെങ്കിലും അവർക്ക് ഇരിക്കാൻ സാധിക്കും. ഭഗവാനെ തന്നെ അവർക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ എത്ര നേരം വേണമെങ്കിലും അവർക്ക് ഇരിക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മളാൽ ചിലവർക്ക് എപ്പോഴും ഒരു ബോറടിയാണ്. എന്തെങ്കിലും വിഷയങ്ങൾ വേണം. ഒന്നല്ലെങ്കിൽ TV കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആസ്വദിച്ച് നമ്മുടെ ടൈം ബോറില്ലാതെ കൊണ്ടുവരാൻ. എന്നാൽ ഈശ്വരനെ തന്നെ ധ്യാനത്തിലൂടെ ലഭിച്ചവർക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. അവർക്ക് അവരുടെ സ്വന്തം ജീവിതം ഒരു ബോറടിയും കൂടാതെ തന്നെ ലയിച്ച് ഈശ്വരനെ മാത്രം കണ്ട് സംതൃപ്തി അടയാൻ സാധിക്കും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്നത് ഇതാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ടൈം പോണില്ല. നമ്മൾ ഭഗവാനെ ആത്മാർത്ഥമായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ബോറടിയും തോന്നില്ല. ഏത് സമയവും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനേന്ന്. നമ്മൾ കലികാല സമയത്ത് നമുക്ക് നാമം ജപിച്ച് സംതൃപ്തി അടയാം. നമുക്ക് ഒരു ഏകാന്തതയും തോന്നില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റും എന്നുള്ളത് എല്ലാറ്റിലും പറയുന്നുണ്ട്. ഇനി ശ്ലോകം ചൊല്ലാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗര്യേ നമസ്തേ. ഒരു പ്രാവശ്യം കൂടി ചൊല്ലാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗര്യേ നമസ്തേ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ പറ്റി പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. അത് കാരണം ഒരു ശ്ലോകമാണെങ്കിലും കുറേ സമയം എടുക്കുന്നുണ്ട്.